മറ്റാരോ പറഞ്ഞതുപോലെ അതൊക്കെ മക്കക്കാർക്കും മദീനക്കാർക്കും ഖുറൈശികൾക്കും ബനൂ ഇസ്രായീലിനുമുള്ള ആയത്തുകളാണ്. എനിക്കും നിനക്കുമുള്ള ആയത്ത് എവിടെ സഹോദര? ഈ ചോദ്യം വരില്ലേ? പരിശുദ്ധ ഖുർആൻ കലാമുല്ലാഹ്, കാലാതിവർത്തിയാണ്. ഇന്നത്തെ വർത്തമാനത്തോട് അത് സംവദിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന വിവാദങ്ങളോട് മറുപടി പറയാൻ പരിശുദ്ധ ഖുർആൻ എഴുന്നു നിൽക്കും. ബഹുവന്യരായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വലിയ തൗഫീഖുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എപ്പോഴും ഷെയ്ഖുന, നമ്മുടെ ഗുരുവര്യർ എനിക്ക് തെർബിയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയുല്ലാഹി സിയം റളിയല്ലാഹു അൻഹു അവറുകളാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പലപ്പോഴും പ്രസ്താവിച്ച മഹാനുഭാവരായ പണ്ഡിതൻ. അദ്ദേഹമൊക്കെ അനുഭവിച്ചതായിരിക്കും, അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ. ആ ഒരളവിൽ അവർ പറയുമ്പോഴേക്ക് ആ പ്രയോഗം പാടുണ്ടോ? മുറബികളുണ്ടോ? തെർബിയത്ത് നിലച്ചുപോയില്ലേ? എങ്ങനെയാണ് അങ്ങനെ പറയുക? നമ്മൾ കണ്ടത് അങ്ങനെയല്ലല്ലോ. നമ്മൾ കണ്ടതല്ല, ഓരോ മഹാനും അവരവരുടെ കാഴ്ചയിൽ അനുഭവപ്പെട്ടതാണ് പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ. اللهم أرنا الأشياء كما هي. أعوذ بالله من الشيطان الرجيم. ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما. صدق الله العظيم. إليك إشاراتي وأنت الذي أهوى وأنت حديثي بين أهل الهوى يروى وأنت مراد العاشقين بأسرهم فطوبى لقلب ذاب فيك من البلوى محبوك تاهوا في الهوى وتوله وكل امرئ يصبو نحو الذي يهوى ولما وردنا ماء مدين نستقي على ظامئ منا إلى منهل النجوى. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹിദായത്തിന്റെ സത്യമാർഗം ലഭിക്കുകയും വഴികാട്ടികളായ ഗുരുനാഥന്മാരെ സ്വീകരിക്കാൻ അനുഗ്രഹസിദ്ധി ഉണ്ടാവുകയും ചെയ്ത അനേകമായിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരക്കാരായ സ്നേഹവിശ്വാസികളെ സംബോധിച്ചുകൊണ്ടാണ് ചില ഗൗരവപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. വർത്തമാനകാല കേരളീയ സുന്നി ആദർശ അന്തരീക്ഷത്തിൽ അരുതായ്മകൾ പലതും കൊടികുത്തി വാഴുകയാണ്. ശാഖാപരമായ കാര്യങ്ങളിലുള്ള വിവാദങ്ങൾ, തർക്കങ്ങൾ, അതൊക്കെ സ്വാഭാവികവും എല്ലാ കാലഘട്ടത്തിലും വ്യാപകവുമാണ്. അതിൽ നിന്നെല്ലാം ഉരുത്തിരിയുന്ന നന്മകളുടെ, സത്യത്തിന്റെ വിചിന്തനങ്ങൾ മുസ്ലിം സമൂഹത്തിന് ഉപകാരപ്പെടും. എന്നാൽ ആദർശപരമായി അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ സൂക്ഷ്മത നഷ്ടപ്പെട്ടാൽ കണ്ടവരെല്ലാം തോന്നിയത് പറയുന്ന അവസ്ഥ, അത് മുസ്ലിം സമൂഹത്തിന് ആദർശപരമായ അപച്യുതി, അപകടം സമ്മാനിക്കും.
ഭയപ്പെടുകയാണ് ഇന്ന് ചില ചർച്ചകൾ. അള്ളാഹുവിന്റെ അഹ്ബാബുകളായി, ഔലിയാ ആയി, അവരുടെ ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിലും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലും ബന്ധപ്പെട്ടവരും അനുഭവിച്ചവരും മഹാത്മാക്കളായി കാണുകയും പുലർത്തുകയും ചെയ്യുന്ന മഹാശയന്മാർ പലരും അൽഹംദുലില്ലാ അവരെ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു ഖൽബ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അത്തരം മഹാശയന്മാരുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പോലും വളരെ അപകടകരമായ രീതിയിൽ മുസ്ലിം സമൂഹമെന്ന് പറയുന്നവർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ കടന്നു കയറുകയാണ്. പലപ്പോഴും അതിന് കളമൊരുക്കി കൊടുക്കുന്നത് അറിയാതെയാണെങ്കിലും ഈ മഹാന്മാരെ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്നവരുടെ ചില അപക്വമായ വർത്തമാനങ്ങളാണ്. അത് രണ്ടും സൂക്ഷിക്കണം. മഹാനുഭാവരായ സയ്യിദി സി.എം. വലിയുല്ലാഹ് മുഹമ്മദ് അബൂബക്രിനിൽ മടവൂരി റളിയല്ലാഹു അൻഹു വഖദ്ദസല്ലാഹു സിർറഹ്, നമ്മുടെ ആദരണീയരായ വിശ്വസ്തരായ ഉസ്താദുമാരെല്ലാം അവിടുത്തെ മഹത്വത്തെയും ആധ്യാത്മികമായ ഔന്നിത്യത്തെയും നേരിട്ട് അനുഭവിച്ചവരാണ്. അവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്ക് തന്നെയും അൽഹംദുലില്ലാ ജീവിതത്തിൽ സന്തോഷകരമായ അനുഗ്രഹത്തിന്റെ ആശംസയുടെ രീതിയിൽ നേരിട്ട് സംബന്ധിക്കുവാൻ അവസരമുണ്ടായിട്ടുമുണ്ട്. റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി ആമീൻ. കുറച്ചു കാലമായി മഹാനവറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദർശപരമായ വിവാദങ്ങൾ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സയ്യിദി സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നവര്, അത് ഉയർത്തി പറയുന്നവര്, അതിനോട് പ്രതിബദ്ധത പുലർത്തി എതിരാളികളോട് ഇകഴ്ത്തുന്നവരോട് അതിശക്തമായി മറുപടി പറയുന്നവർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. പക്വതയോടെ ആവശ്യാനുസാരം പറയേണ്ടത് മാത്രം പറയേണ്ടിടത്ത് കേൾക്കേണ്ടവരോട് മാത്രം പറയുകയും ചെയ്യേണ്ട ചില മക്കാമുകളുണ്ട്. പ്രത്യേകിച്ച് ഔലിയാവുമായി ബന്ധപ്പെട്ട ആധ്യാത്മികമായ മക്കാമുകളെ കുറിച്ചുള്ള സംസാരം, കറാമത്തുകളെ കുറിച്ചുള്ള സംസാരം, അത് വിശ്വസിക്കുന്നവർക്ക് അനുഭൂതിയാണ്, ആസ്വാദനമാണ്. എന്തെന്നില്ലാത്ത ഈമാനിക ഫലവും ശക്തിയും ലഭിക്കുന്ന അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യമാണത്. അൽ ഹിക്കായാത്തു ജുന്ദുൻ മിൻ ജുനൂദില്ലാഹ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, കറാമാത്തുകളുടെ കഥകൾ ഈമാനുള്ളവരുടെ സത്യവിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ ഉപോത്ഫലകമാണ്. ലിനുസബ്ബിത ബിഹി ഫുആദക്. പരിശുദ്ധ ഖുർആൻ തന്നെ മഹാന്മാരായ അംബിയ ഔലിയാക്കളുടെ വിവിധ ചരിത്രങ്ങളും അത്ഭുതങ്ങളും മുഅ്ജിസാത്തും കറാമാത്തും വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല അതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെയും അദൃശ്യ ലോകത്തിലെയും വൃത്താന്തങ്ങൾ അങ്ങേക്ക് കഥകളായി വിവരണങ്ങളായി നൽകുന്നത് ലിനുസബ്ബിത ബിഹി ഫുആദക്. സുസ്ഥിര ചിത്തം, ഈമാനികമായി നിറവാർന്ന അവസ്ഥ, അത് ഒന്നുകൂടി സ്ഥിരീകരിക്കുവാൻ മുഅ്മിനീങ്ങൾക്ക് സഹായകമാണ്. സിയാറത്തുകളും നേർച്ചകളും അവരുമായി ബന്ധപ്പെട്ട അനുസ്മരണങ്ങളും ഭംഗിയായി നടക്കണം. എന്നാലോ പറയുന്നവര് പക്വത പാലിക്കണം. ആരോടാണ് പറയുന്നത്? സോഷ്യൽ മീഡിയകളിൽ എന്തിനേയും ഏതിനെയും എതിർത്ത് കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്ന ഒരു വിഭാഗത്തിന്റെ കെണിയിൽ അകപ്പെടാൻ, അവർക്ക് അപകടപ്പെടാൻ സഹായകമായത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കാരണക്കാരായിക്കൂടാ. ഇതാരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ഓർക്കണം. ഏതൊരു ജനതയോടും അവരുടെ ബുദ്ധിപരമായ അവസ്ഥക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ, കേട്ടതിന്റെ പേരിൽ അവര് അപകടപ്പെട്ടു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം പറഞ്ഞു കൊടുത്തവർക്കാണ്. പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറയേണ്ട സമയത്ത്
പറയേണ്ടപ്പോൾ മാത്രമേ പറയാവൂ. കുല്ലുമാ യുറഫു യുഖാൽ, അറിയാവുന്നതെല്ലാം പറയാനുള്ളതല്ല. വകുല്ലുമാ യുഖാലു ജാഅ അഹ്ലു, പറയാനുള്ളതെല്ലാം എല്ലാവരോടും പറയാനുള്ളതല്ല. വകുല്ലുമാ ജാഅ അവാനുഹു ജാഅ അഹ്ലു, പറയാൻ സമയവും സന്ദർഭവും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ അതിന്റെ അഹ്ലുകാർ, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരില്ലെങ്കിൽ അവരോടും പറയാൻ വയ്യ. ഈ ഒരു പൊതുതത്വം പാലിക്കാൻ മഹാന്മാരായ ഔലിയാഇനെയും സൂഫിയാക്കളെയും ഒക്കെ കൊണ്ടു നടക്കുന്നവരിൽ ചിലർക്ക് ചില കുറവുകൾ വരുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും സംശയിച്ചു പോകാറുണ്ട്. അപ്പൊ ആദ്യമായി ആ ഭാഗം ഒന്നുകൂടി മര്യാദ പുലർത്തുക. എന്നാൽ ഒരു വിഭാഗമോ സുന്നി ആദർശ വിഭാഗത്തിലുള്ളവരെന്ന് തന്നെ പറയുന്നവർ ദുർബലമായ അളവുകോല് വെച്ച് മഹാന്മാരെ പറ്റി നിരൂപണം നടത്തുകയാണ്. മൂപ്പര്, അയാള്, അവര്, മജ്ദൂബ്, മജ്നൂന്, ഭ്രാന്തൻ എന്നൊക്കെ തുടങ്ങിയ വളരെ മോശമായ പ്രയോഗങ്ങൾ സുന്നി പണ്ഡിതർ എന്ന് അവകാശപ്പെടുന്നവര് അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരിൽ പലരെക്കുറിച്ചും ഇന്ന് പറയുകയാണ്. ഉദവികേടാണത്, അപകടമാണത്. കാരണം അള്ളാഹുവിന്റെ അഹ്ലുകാരായ മഹാന്മാരെ അളക്കുവാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിൽ എവിടെ? അവരുടെ മുഹിബ്ബീങ്ങൾ, അവരെ അനുഭവിച്ചറിഞ്ഞവർ അവരുടെ മക്കാമുകളെ കുറിച്ച് ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അത് അവര് ആ രീതിയിൽ തന്നെ സ്നേഹാദരത്തോടുകൂടി അവരുടെ സ്വകാര്യതകളിൽ പറയും. അവർക്കിടയിൽ അത് അവർ പ്രചരിപ്പിക്കും. അതിനെ നിരൂപണം നടത്താൻ, ചോദ്യം ചെയ്യാൻ നമ്മൾ ആരാണ്? ഖുതുബുൽ ആലം, ഷെയ്ഖുൽ മശായിഖ്, ആത്മീയമായി അവരവർക്ക് അല്ലാഹു തആല കനിഞ്ഞു നൽകിയ മഹാന്മാരായ ഗുരുവര്യന്മാരെ കുറിച്ച് അത്യുന്നതമായ പ്രയോഗങ്ങളിലൂടെ വിശ്വാസികൾ പറയും, പ്രചരിപ്പിക്കും. അത്തരം മഹാന്മാർ തന്നെയും അവരുടെ മഹത്വങ്ങൾ അവരുടെ വിശ്വാസികളോട്, സ്നേഹജനങ്ങളോട് വെളിപ്പെടുത്തി കൊടുക്കും. അതിനെ ചോദ്യം ചെയ്യാൻ, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്ന് ചോദിക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചില മുസ്ലിംമാർ, അവർക്ക് എവിടെ നിന്ന് അധികാരം? പക്ഷെ ഇവിടെ തർക്കിക്കാൻ വേണ്ടിയല്ല, അപകടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കണം. എവിടെയാണ് അപകടം? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹുവിന്റെ മൊഴിയാണ്, അല്ലാഹുവിന്റെ മൊഴിയാണ്. എന്റെ ഒരു വലിയനോട്, വലിയാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? അനുഭവത്തിലൂടെ, അറിയപ്പെട്ട മാനദണ്ഡങ്ങളിലൂടെ. എന്റെ ഒരു വലിയനെ, അവിടെ അല്ലാഹു തആല പറഞ്ഞ വാക്ക് ഹദീസ് ഖുദ്സി, മൻ ആദാ വലിയൻ എന്നല്ല, മൻ ആദാ ലീ വലിയൻ, എന്റെ ഒരു വലിയനെ. മൻ ആദാ ലീ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്നെ എതിർക്കുന്നതിന്, എന്നോട് മാത്സര്യം വെക്കുന്നതിന് തുല്യമാണത്. എന്റെ പ്രിയപ്പെട്ട ഒരു വലിയനോട് ആരെങ്കിലും മാത്സര്യം പുലർത്തിയാൽ, ചീത്ത പറഞ്ഞാൽ എന്നല്ല, പരിഹസിച്ചാൽ എന്നല്ല, പിന്നെയോ മൻ ആദാ, എതിർപ്പ്, എതിര് മനസ്സിൽ വന്നു പോയാൽ, അത്തരം മഹാത്മാക്കളോട്, അള്ളാഹുവിന്റെ വലിയായ ഒരാളോട് മാത്സര്യ ബുദ്ധി മനസ്സിൽ ഉദിച്ചുപോയാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് നിശ്ചയം ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. യുദ്ധം പ്രഖ്യാപിക്കുക അള്ളാഹുവാണ് നടത്തിയത്. അതിന്റെ അർത്ഥം കെട്ടിടങ്ങൾ കരിഞ്ഞു പോകുമെന്നല്ല, അവരുടെയൊക്കെ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാകുമെന്നല്ല, അവരുടെ ശരീരത്തിന്റെ കഴുത്തുകൾ കൊല ചെയ്യപ്പെടുമെന്നുമല്ല. അതിനേക്കാളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നുണ്ട് ഒരു വിശ്വാസിക്ക്. അത് അവരുടെ ഈമാനാണ്. അത് ഖൽബിൽ നിലനിൽക്കുന്ന സത്യവിശ്വാസമാണ്. അവിടെയാണ് അള്ളാഹുവിന്റെ യുദ്ധം അപകടപ്പെടുത്തുക. സൂഉൽ ഖാത്തിമ, അവസാനം ദുരന്തത്തിൽ
ജീവൻ പോകേണ്ട അവസ്ഥയിലേക്ക്, അത് ചിലപ്പോൾ അത്തരം ഒരവസ്ഥ വരാതിരിക്കാൻ പരിപാലിക്കുക, ജാഗ്രത പുലർത്തുക. നമ്മുടെ വേഷവിധാനങ്ങൾ, താടിയും തലപ്പാവും വഴലും ശൈലിയും ഒന്നും അവിടെ നമുക്ക് രക്ഷയുണ്ടാക്കാൻ ഒരിക്കലും പര്യാപ്തമല്ല. അറിയാത്തത് പറയാതിരിക്കുക. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. മഹാന്മാരായ ആളുകളുടെ ആത്മീയ പദവികൾ അത് അവര് വെളിപ്പെടുത്തിയത് വിശ്വാസികളായ അവരുടെ ആളുകൾ, അവരുടെ മുഹിബ്ബീങ്ങൾ പേരും പെരുമയും പുകഴ്ത്തി പറയും. സ്വാഭാവികമാണ്. അതിനെ ചോദ്യം ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്? ഒടുവിൽ പൊതുവിൽ സുന്നി വിശ്വാസികൾക്കിടയിൽ തന്നെ ഇത്തരം മഹാന്മാരോട് ബഹുമാനമുള്ളവർ, ആദരവുള്ളവർ അത് കുറഞ്ഞു പോകുന്നു. ചിലർക്കത് നഷ്ടപ്പെട്ടു പോകുന്നു. ചിലരെങ്കിലും അത്തരം മഹാന്മാരെ കുറിച്ച് തെറ്റായി മനസ്സിലാക്കി നാശത്തിലേക്ക് എത്തിപ്പോകുന്നു. നമുക്കിതിൽ ഒരു ജാഗ്രത വേണം. ഇനിയും മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. അത്തരം മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാഹിനെ സത്യവിശ്വാസികൾക്ക് ഈമാനികമായി, ഐഹികമായി, ഭൗതികമായി, ആത്മീയമായി സുരക്ഷ നൽകി തെർബിയത്തും പരിപാലനവുമായി ജീവിച്ച മഹാന്മാരായ നിരവധി ആളുകൾ. അവരുടെ പേര് പറഞ്ഞ് പരിഹസിച്ച്, പുച്ഛിച്ച്, അവഗണിച്ച് അവരെ ഭ്രാന്തരാക്കുന്നവർ, കാഫറാക്കുന്നവർ, പരിശുദ്ധ ദീനിന്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവർ ആരൊക്കെ, എത്ര? പക്ഷെ അവരുമായി നമുക്ക് ഈ വിഷയത്തിൽ സംവാദമില്ല. കാരണം അവർ തീരുമാനിച്ചുറച്ച് ഇറങ്ങിയവരാണ്. അള്ളാഹുവിന്റെ ഔലിയാദിനെ കുറിച്ച് ലവലേശം മടിയില്ലാതെ അവമതിക്കുന്ന രൂപത്തിൽ കാഫിറാക്കുന്നവര്, അവര് അവരുടെ കാര്യം ശ്രദ്ധിക്കുക. പക്ഷെ അവരോട് ഈ ഒരു ഉപദേശത്തിലൂടെ നമുക്ക് എന്തെങ്കിലും അവരെ പഠിപ്പിക്കാൻ കഴിയില്ല. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്ക് നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. അവരുടെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റിപ്പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ അഹ്ലുകാരായ ഔലിയാഹിനെ ഉൾക്കൊള്ളുന്നതിലും വിശ്വസിക്കുന്നവരിലും മൗലികമായി തന്നെ അവര് കാലിടറിപ്പോയിട്ടുണ്ട്. അതാണ് അവരെ പഠിപ്പിക്കേണ്ടത്. പക്ഷെ അവരോട് നമ്മൾ അത് പഠിപ്പിക്കുമ്പോൾ അവർ ഉൾക്കൊള്ളാൻ കഴിയാത്ത തത്വങ്ങളിലേക്കും കറാമാത്തുകളുടെ കഥകളിലേക്കും പോകുമ്പോൾ അവരൊന്നുകൂടി ചീത്തയാവുകയാണ്. അനുഭവമല്ലേ അത്? അതുകൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളോട് അവരർഹിക്കുന്ന വിധാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. നാം ഇപ്പോഴിത് പറയുന്നത് ധാർമ്മികമായ ഒരു ബാധ്യത, ഒരു കടമ നിർവഹിക്കുകയാണ്. 10,000-കണക്കിന് ആരിഫീങ്ങളായ മഹാന്മാർ, സ്വാലിഹീങ്ങളായ ഉലമാ, മനസ്സും കൽബും കൊടുത്ത് സ്നേഹിച്ച മഹാന്മാരെ, സയ്യിദി CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ പോലെ, സയ്യിദി വടകര മുഹമ്മദ് ഹാജി റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ സയ്യിദി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെ റളിയല്ലാഹു അൻഹും, നിരവധി മഹാത്മാക്കൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ ഈമാനിക വിഭാഗത്തെ സുശക്തമാക്കി ജീവിച്ചവരാണ്. പക്ഷെ അവരുടെ ബാഹ്യ രീതികൾ, അവരുടെ ചില സന്ദർഭത്തിലുള്ള അവസ്ഥകൾ അത് മനസ്സിലാകണമെങ്കിൽ അതിനാവശ്യമായ അളവുകോൽ ആദ്യം നമ്മുടെ കയ്യിൽ വേണം. അള്ളാഹുവിന്റെ അംബിയാഇനെ കുറിച്ച്, ഔലിയാഇനെ കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ട മുഅ്ജിസാത്ത്, കറാമാത്തുകൾ, ഇവയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും വിശ്വസിക്കുമ്പോഴും പറയുമ്പോഴും നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുന്നി ആദർശത്തിലെ നയപ്രഖ്യാപനം തന്നെ അതാണ്. അത് വിട്ടുപോകരുത്. എതിരാളികൾക്ക്, വിമർശകർക്ക് പഴുത് വെച്ചു കൊടുക്കരുത്. അതെന്താണ്? ദാത്തിയായ, സ്വയം സിദ്ധമായ ഗുണമുള്ളവൻ, സിഫാത്തുകൾ ഉള്ളവൻ അല്ലാഹു മാത്രമാണ്. അൽ ഉലൂഹിയ്യത്തു ലില്ലാഹി വഹദ. അള്ളാഹുവിന്റെ ഗുണങ്ങൾ മാത്രം ദാത്തിയാണ്. സബഖ് അനാദിത്വമുള്ളതാണ്. സർമദിയ്യത്ത് അനശ്വരത്വമുള്ളതാണ്. ഇത്ലാഖ് ഉപാധികളില്ലാതെ
നിരുപാധികമായിട്ടുള്ളതാണ്. ഈ 4 സ്വഭാവ ഗുണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അമ്പിയാക്കൾക്കാവട്ടെ ഔലിയാക്കൾക്കാകട്ടെ ഒരു ഗുണവും ഒരു വിശേഷവും അവരുമായി ബന്ധപ്പെട്ടത് ഒരിക്കലും അവരുടേതല്ല, ദാത്തിയല്ല. അത് നിരുപാധികവുമല്ല, അനശ്വരവുമല്ല, അനാദിത്വമുള്ളതുമല്ല. അസ്വബുഖു വൽ ഇത്ലാഖു വസ്സർമദിയ്യത്തു വദാത്തിയ്യ. അഹ്ലുസുന്നയുടെ സൂഫി ഗുരുനാഥന്മാരെല്ലാം ഉറപ്പിച്ച് പഠിപ്പിച്ച ആദർശാണത്. അത്തൗഹീദ്. അള്ളാഹുവിന് മാത്രമേ സ്വയം സിദ്ധമായ കഴിവുള്ളൂ. നബിമാരുടെ കഴിവ് മുക്തസബാണ്, അള്ളാഹുവിൽ നിന്നും സമാർജിച്ചതാണ്. ഔലിയാഇന്റെ കഴിവ് മുക്തബസാണ്, അവരിൽ നിന്നും പകർന്നെടുത്തതാണ്, റസൂലുള്ളാഹിയിൽ നിന്ന്. സ്വയമായി ഒരു കഴിവും ഒരു വിരലനക്കത്തിനും അള്ളാഹുവിന്റെ ഇതിനില്ലാതെ സൃഷ്ടികൾക്ക് കഴിവില്ല എന്ന പൊതുവിശ്വാസവും മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ. കറാമത്തുകളെക്കുറിച്ച്, മുഅ്ജിസാത്തുകളെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം ആ കഥാപാത്രങ്ങളിലേക്ക്, ആ വലിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും സുന്നികളിൽ നിന്ന് വിശ്വാസത്തിൽ ഉണ്ടാവുകയില്ല. എന്നാലും പഴുതടച്ച് വേണം ഈ കാര്യങ്ങൾ പറയുവാൻ. മഹാനുഭാവരായ സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഔലിയ ആണ്, അവരിൽപ്പെട്ട മഹാത്മാവാണ്. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അള്ളാഹുവിന്റെ ഖുദ്റത്ത് അവരിലൂടെ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് മുഅ്ജിസത്ത്, കറാമത്തിന്റെ നിർവചനം തന്നെ നാം ആദ്യം പഠിക്കുന്നത്. അൽ മുഅ്ജിസത്തു ഖർഖു ആദത്തിൻ ഇലാഹിയ്യത്തിൻ ബിഖുദ്റത്തിൻ ഇലാഹിയ്യത്തിൻ യുജ്രീഹല്ലാഹു അലാ യദി മൻ യശാഉ മിൻ ഇബാദിഹി. ഇതാണ് അൽ മുഅ്ജിസ വൽ കറാമ, ഇതിന്റെ നിർവചനം. ഖർഖു ആദത്തിൻ ഇലാഹിയ്യ, ഇലാഹിയായ ദൈവികമായ ഒരു സമ്പ്രദായത്തെ, ഒരു പതിവിനെ ഭേദഗതി വരുത്തുക, മാറ്റുക. അതെങ്ങനെയാണ്? ബിഖുദ്റത്തിൻ ഇലാഹിയ്യത്തിൻ, ദൈവികമായ ഇലാഹിയായ മറ്റൊരു ഖുദ്റത്ത് കൊണ്ട്. അതാരാണ് നടത്തുന്നത്? യുജ്രീഹല്ലാഹു, അല്ലാഹു തആല അതിനെ നടത്തുന്നു. അലാ യദി മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന അടിമകളുടെ കൈക്ക് അത് നടത്തുന്നു. നബിമാരിലൂടെ, റസൂലുമാരിലൂടെ ആകുമ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയുന്നു. ഔലിയായിലൂടെ അത് പ്രകടമാകുമ്പോൾ അൽ കറാമ എന്ന് പറയുന്നു. ഇവിടെ ഖുദ്റത്തുൻ ഇലാഹിയ്യയാണ്, യുജ്രീഹല്ലാഹു, അല്ലാഹു ആണ് നടത്തുന്നത്. ഈ വിശ്വാസം രൂഢമൂലമാണ് സുന്നികൾക്ക്. പക്ഷെ ഇത് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകരുത്. ഒരു വലിയ മുഹീദ്ദീൻ ഷെയ്ഖ്, ബദരീങ്ങൾ, അവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് മഹാന്മാരിലൂടെ പ്രകടമായതാണ് എന്നെല്ലാവർക്കും അറിയാം. നാം സൂക്ഷ്മത പുലർത്തണം. ഔലിയാക്കളുടെ കറാമത്തുകളൊക്കെ സ്വാഭാവികമായും മുഹിബ്ബീങ്ങൾ പറയണം. പക്ഷെ അത് ആരോട്, എവിടെ എന്ന കാലബോധം, സാഹചര്യ ബോധം നന്നായി ഉണ്ടാകണം. എന്നാലും നമ്മുടെ ഓരോ സംസാരത്തിലും പഴുതടച്ചുകൊണ്ട് പറയണം. ഓർത്തു പോവുകയാണ്, ഏകദേശം 35 വർഷം മുൻപ് ബാലുശ്ശേരിയിൽ അത്തൗഹീദ് എന്ന വിഷയം അവതരിപ്പിക്കുകയാണ് പ്രഗത്ഭമതിയായ പണ്ഡിതൻ, യുവവാഗ്മി, അന്ന് UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ. സയ്യിദുന ഈസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസാത്തുകൾ, മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമാത്തുകൾ രണ്ടും ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ മഹാനുഭാവരായ മർഹൂം EK ഹസൻ മുസ്ലിയാർ, അഹ്ലുസുന്നയുടെ തൗഹീദ് ഭംഗിയായി കേരളത്തിന്
പ്രചുര പ്രചാരത്തിൽ പഠിപ്പിച്ച മഹാത്മാവ്. അവിടുന്ന് വേദിയിൽ നിന്ന് എഴുന്നേറ്റ് ഇടപെട്ടുകൊണ്ട് ബി ഇതിനില്ലാഹി എന്ന് പറയൂ, ബി ഇതിനില്ലാഹി എന്ന് വിട്ടുപോകരുത് എന്ന് മൈക്കിലൂടെ പറയുകയും UK അബ്ദുൽ ലത്തീഫ് മുസ്ലിയാരെ അത് പഠിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സുന്നി നയം. ബി ഇതിനില്ലാഹി, ബി ഖുദ്റത്തില്ലാഹി. അള്ളാഹുവിന്റെ മശീഅത്ത്, ഖുദ്റത്ത്, ഇറാദത്ത് ഇല്ലാതെ സ്വയമായി ഒരു കഴിവും ഒരു വലിയനും ഒരു നബിക്കും പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഈ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് മുസ്ലിംകളുള്ളത്. അതിന്റെ പാഠങ്ങളും ബോധ്യങ്ങളുമുള്ളവരാണ് സൂഫികളും സുന്നികളും. എന്നാൽ ഇന്ന് ചിലരുടെ പ്രസംഗ പ്രയോഗങ്ങൾ, കറാമത്തുകളൊക്കെ പറയുമ്പോൾ ആ വലിയിലേക്ക് തന്നെ ചേർത്ത് പറയുന്നു എന്ന് തോന്നിപ്പോകും. അത് ആലങ്കാരികമാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയും. പക്ഷെ വിമർശകർ അത് പിടിച്ചുകൊണ്ടാണ് പലതും തെറ്റുധരിപ്പിക്കുക. ഇത് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അൽ മുഅ്ജിസത്തു വൽ കറാമ, അതിന്റെ ശരിയായ നിർവചനം സുന്നികളുടെ വിശ്വാസം. യുജ്രീഹല്ലാഹ്, അല്ലാഹുവാണ് അത് നടത്തുന്നത്. കറാമത്താകുമ്പോൾ തക്രീമൻ ലിവലിയിഹി, അല്ലാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി അല്ലാഹു പ്രകടിപ്പിക്കുകയാണ് അവരിലൂടെ. മുഅ്ജിസത്ത് എന്തിനാണ്? തഅയീദൻ ലിഇഖാമത്തി ഹുജ്ജതിഹി, അല്ലാഹുവിന്റെ പ്രമാണത്തെ സ്ഥാപിക്കാൻ, അവരെ ശക്തിപ്പെടുത്താൻ അല്ലാഹു തആല പ്രവർത്തിക്കുകയാണ് അമ്പിയാക്കളിലൂടെ. ഇതിന്നും എന്നും ഉണ്ടാകും. വിശ്വാസികൾ അനുഭവപ്പെട്ട കാര്യങ്ങൾ അവരുടെ ബോധ്യങ്ങളാണ്. അതില്ലാത്തവരോട് അത് പറയുമ്പോൾ അപ്പോഴാണ് ക്രമപ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മഹാനുഭാവരായ സയ്യിദി CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു സമകാലീന കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സ്വയം അനുഭവിച്ച ആധ്യാത്മികമായ തണലായിരുന്നു അവിടുന്ന്, സുരക്ഷയായിരുന്നു അവിടുന്ന്. ആ ഒരു ബന്ധത്തോടുകൂടി അവരോടും അതുപോലുള്ള മശായിഖുമാരോടുമുള്ള നമ്മുടെ ഹൃദയബന്ധം ഒരിക്കലും ചെറുതല്ല. അത് ഉന്നതമായ വിരാജിക്കുന്ന രൂപത്തിൽ കൽബിലും നാവിലും പ്രകടമാണ്. അപ്പോഴും അത്തൗഹീദ്, അല്ലാഹുവുമായി ബന്ധപ്പെട്ട അൽ ഉലൂഹിയ്യത്തു ലില്ലാഹി വന്നുബുവ്വത്തു ഖസായിസുൻ നുബുവ ലിൽ അംബിയാഇ വൽ വിലായത്തു സിമാത്തുൽ വിലായ ലിൽ ഔലിയാഇ. അപ്പോഴും അല്ലാഹുവാണ് കഴിവ് നൽകുന്നവൻ. അവന്റെ അനുമതിയോടുകൂടിയാണ് എല്ലാം പ്രകടമാകുന്നത്. ഇത് മനസ്സിലാക്കുക, ഇത് ഉൾക്കൊള്ളുക. ഇത് ആദർശത്തിലുള്ളതോടൊപ്പം പ്രസംഗത്തിലൊക്കെ കറാമത്തുകളും മറ്റും പറയുമ്പോൾ, പൊതുസമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഓരോ സംസാരത്തിലും ഇതുകൂടി ചേർത്തു കൊടുക്കുക. ബി ഇതിനില്ലാഹി, ബി മശീഅത്തില്ലാഹി. ഈ വിശ്വാസം നമ്മുടെ കൽബിൽ ഉള്ളതോടൊപ്പം ഖുർആനിൽ പറയുന്നുണ്ടല്ലോ ഈ ശൈലി, യതവഫാക്കും മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുന്നു. ഇവിടെ മരിപ്പിക്കുന്നത് മലക്കുൽ മൗത്ത് അല്ലല്ലോ. ഫർസുഖൂഹും, നിങ്ങൾ അവർക്ക് ഭക്ഷണം നൽകൂ, ആഹാരം നൽകൂ. ഭക്ഷണം നൽകുന്നവൻ അല്ലാഹു അല്ലേ? അപ്പൊ ഈ മജാസിയായ ആലങ്കാരികമായ പ്രയോഗം, പക്ഷെ നമ്മൾ അത് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു കൂട്ടം മീഡിയകളുമായി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സയ്യിദി മർഹൂം EK ഹസൻ മുസ്ലിയാർ പഠിപ്പിച്ചതുപോലെ ബീദിനില്ലാഹി ചേർത്തു പറയാൻ, അത് സംസാരത്തിലും അധികമായി വരട്ടെ. അഹ്ലുസുന്നയുടെ തൗഹീദിന്റെ പരിശുദ്ധി ലോകമറിയട്ടെ. ഈ ഒരു രൂഢമൂലമായ ഉറപ്പുള്ള വിശ്വാസമുണ്ടായാൽ പിന്നെ തംകീനും തദ്ബീറും തസ്രീഫും അതെല്ലാം അർഹമായ രൂപത്തിൽ പഠിക്കാൻ കഴിയുമല്ലോ, ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ. ഒരൊറ്റ വചനം പരിശുദ്ധ ഖുർആനിൽ നിന്നും പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 25-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരായ സുന്നി ഉലമാ, ഔലിയാക്കളെ പറ്റി പോലും കഥയറിയാതെ തുള്ളിക്കളിച്ച് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചു നടക്കുന്നവർ മനസ്സറിഞ്ഞ് പാരായണം ചെയ്യുക. ഇതാരെയും തോൽപ്പിക്കാനല്ല. പക്ഷെ എന്താണ്
അടിസ്ഥാന പ്രമാണങ്ങളൊക്കെ ശരിയാണ്. അതിന്റെ അർത്ഥവ്യാഖ്യാനങ്ങൾ ശരിയാവണ്ണം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് പലരും അപകടത്തിൽപ്പെടുന്നത്. ഈ പരിശുദ്ധ വചനം സൂറത്തുൽ ഫത്ഹിലെ 25-ാമത്തെ വചനം അറബി ഭാഷയിൽ ചെറിയ ഒരു അവഗാഹമുള്ള, നിഷ്പക്ഷ ബുദ്ധിയുള്ള, ഹിദായത്തിൽ എനിക്ക് ജീവിക്കണം, എന്റെ ഹിദായത്ത് കവർന്നെടുക്കപ്പെടുന്ന, എന്റെ ഈമാനിന് അപച്യുതി വരുന്ന ഒരു ബേജാറും ഞാൻ മനഃപൂർവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടോ അവര് കേൾക്കുക. ആ ഇമാമ് പറഞ്ഞു, ഈ ഇമാമ് പറഞ്ഞു എന്ന വ്യാഖ്യാനം പോലും ഈ വിഷയത്തിൽ നമുക്ക് ജാഗ്രത പുലർത്താൻ ആവശ്യമില്ല. അല്ലാഹു പറയുന്നു, വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ ലം തഅലമൂഹും അൻ തതഊഹും ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽമിൻ ലിയുദ്ഖില അല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ ലൗ തസയ്യലൂ ലഅذبنا الذين كفروا منهم عذابا أليما. സൂറത്തുൽ ഫത്ഹ് 25-ാമത്തെ വചനം. പരിശുദ്ധ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്ക ഫത്ഹ് കീഴടക്കൽ സംഭവിച്ചു. സത്യനിഷേധികളായ ആളുകളുടെ സർവനാശങ്ങളിൽ നിന്നും അല്ലാഹു തആല തിരുനബിയെയും സഹാബത്തിനെയും രക്ഷപ്പെടുത്തി പരിശുദ്ധ മക്ക ഫത്ഹ് സംഭവിച്ചു. ആ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധമുള്ള വചനങ്ങളാണിത്. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനവും അവതരണ പശ്ചാത്തലവുമായി മാത്രം നിക്ഷിപ്തമല്ല. കാലാതിവർത്തിയായ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ സർവകാലത്തേക്കു ബാധകമാണ്. അസ്ബാബുൻ നുസൂൽ ലാ തസൂൽ. പരിശുദ്ധ ഖുർആനിലെ ചില ശക്തമായ അറിവുകൾ, താക്കീതുകൾ, അതൊക്കെ ബനൂ ഖുറൈളക്ക് അല്ലെങ്കിൽ ഗത്ഫാന്, ഔസിന്, ഖസ്റജിന്, ഖുറൈശിന് ഇവരുമായി ബന്ധപ്പെടുത്തി നാം കിടന്നുറങ്ങുക. അത് അവരെ പറ്റി അള്ളാഹു പറഞ്ഞതാണ്. അത് ഇവരെ പറ്റി അള്ളാഹു താക്കീത് ചെയ്തതാണ്. നമുക്ക് യാതൊരു ബന്ധവും അതിലില്ല. ഇങ്ങനെയാണോ പരിശുദ്ധ ഖുർആനിനെ ക്ലിപ്തപ്പെടുത്തി പരിമിതപ്പെടുത്തേണ്ടത്? ഒന്നുകൂടി വിശാലമായി ഭാഷാപരമായ അവഗാഹം വെച്ച് നിഷ്പക്ഷബോധത്തോടുകൂടി പാരായണം ചെയ്താൽ, ഇത് എന്നോടല്ലേ എന്റെ റബ്ബ് പറയുന്നത്? ഈ കാലഘട്ടത്തിലെ ജനങ്ങളോടല്ലേ അള്ളാഹുവിന്റെ കലാം സംവദിക്കുന്നത്? ഇത് തിരിച്ചറിയാൻ വലിയ ഒരു ബുദ്ധിയും അറിവും ഒന്നും ആവശ്യമില്ല. കുറെ ആയത്തുകള്, ഖുർആനിലെ കുറെ പരാമർശങ്ങള്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമായ പശ്ചാത്തലം, ചരിത്രപരമായ ഓരോ സംഗതികളായിരുന്നു. അതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ മറ്റാരോ പറഞ്ഞതുപോലെ അതൊക്കെ മക്കക്കാർക്കും മദീനക്കാർക്കും ഖുറൈശികൾക്കും ബനൂ ഇസ്രായീലിനുമുള്ള ആയത്തുകളാണ്. എനിക്കും നിനക്കുമുള്ള ആയത്ത് എവിടെ സഹോദര? ഈ ചോദ്യം വരില്ലേ? പരിശുദ്ധ ഖുർആൻ കലാമുല്ലാഹ്, കാലാതിവർത്തിയാണ്. ഇന്നത്തെ വർത്തമാനത്തോട് അത് സംവദിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന വിവാദങ്ങളോട് മറുപടി പറയാൻ പരിശുദ്ധ ഖുർആൻ എഴുന്നു നിൽക്കും. ഇനി ഒന്ന് അർത്ഥം വെക്കുക. പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുക. അള്ളാഹു പറയുന്നു, വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്ത്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ മഹാത്മാക്കൾ, റിജാലുൻ മുഅ്മിനൂൻ, കഴിഞ്ഞ കാലത്ത് എമ്പോഴും കടന്നുപോയിട്ടുണ്ട്. അൽ മുഅ്മിനൂൻ എന്ന പരിശുദ്ധ ഖുർആനിലെ പ്രയോഗം തന്നെ സാധാരണഗതിയിലുള്ള മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചല്ല. അതിപ്പോൾ പറയുന്നില്ല. വലൗലാ റിജാലുൻ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ഈമാനിക തികവിലും നിറവിലും തെളിഞ്ഞു നിറഞ്ഞ മഹാത്മാക്കളായ കുറെ മഹാന്മാർ, ഖുർആനാണ് പറയുന്നത്. വനിസാഉൻ മുഅ്മിനാത്തുൻ, സത്യവിശ്വാസിനികളായ ഈമാനിക ഫലത്തിൽ മുന്നേറിയ മഹദികളായ കുറെ സയ്യിദാത്തുകൾ, സഹോദരിമാർ. എന്നിട്ട് എന്താ ഖുർആൻ പറയുന്നത്?
ലം തഅലമൂഹും, അവർ ആരാണ്, അവരാരൊക്കെയാണ്, അവരുടെ വിധാനങ്ങൾ, മഖാമുകൾ, അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. ലം തഅലമൂഹും. ഇനി അധികമൊന്നും വിവാദം വേണ്ട. മുഅ്മിനീങ്ങളായ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും മഹാന്മാർ നിങ്ങൾക്കറിയാത്തവരുണ്ട്. അവരുടെ വേഷമോ രൂപമോ അവസ്ഥയോ കണ്ട് നിങ്ങൾ അവരെ വിധി പറഞ്ഞാൽ തെറ്റായി പോകും. ലം തഅലമൂഹും, അവരെ നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. അത് നിങ്ങളുടെ അളവുകോലിന്റെ ന്യൂനത കൊണ്ടാകാം, നിങ്ങളുടെ അറിവിന്റെ കുറവ് കൊണ്ടാകാം, നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യ ശക്തിയുടെ തകരാറ് കൊണ്ടാകാം, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാകാം, പലതുകൊണ്ടുമാകാം. ഒന്നുകൂടി, വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ ലം തഅലമൂഹും. എന്നിട്ടോ നിങ്ങൾക്ക് അറിയാൻ കഴിയാത്ത, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്ത്, പരിഭാഷ ആവശ്യമല്ല, അവരുമായി ബന്ധപ്പെട്ട് അൻതഖഊഹും, അവരെ നിങ്ങൾ ചവിട്ടിത്തേക്കാൻ ഇടവന്നു പോയാൽ. ഖുർആനിന്റെ പ്രയോഗത്തിന്റെ അമാനുഷിക ശക്തി ഇവിടെ ഇല്ലേ? അത് അൻതഖഊഹും. മലയാള പരിഭാഷകളിലും ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സത്യവിശ്വാസത്തിൽ ഉയർന്ന മഹാത്മാക്കളായ കുറെ പുരുഷർ, മഹതികളായ കുറെ സഹോദരിമാർ, ലം തഅലമൂഹും, അവരെയൊക്കെ നിങ്ങൾക്കറിഞ്ഞുകൂടാ. അള്ളാഹുവും അവരും തമ്മിലുള്ള ബന്ധമെന്ത്, അള്ളാഹു തആല അവരെ നിലനിർത്തിയ രീതി ഏത്, അവസ്ഥ ഏത്, അത് അള്ളാഹുവുമായി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ അറിവ് വെച്ച് അൻതഖഊഹും, നിങ്ങൾ അവരെ ചവിട്ടി മെതിച്ചാൽ, അവരെ നിങ്ങൾ ചവിട്ടി തേച്ചാൽ, ഫതുസീബകും മിൻഹും മഅറത്തുൻ, അവരിൽ നിന്നും അവര് കാരണമായി നിങ്ങളെ ഗുരുത്വക്കേട്, നിങ്ങൾക്ക് മാരകമായ പാപം വന്ന് ഭവിക്കുന്നതിന് നിങ്ങൾ കരുതിക്കൊള്ളണം. ഖുർആൻ ഫതുസീബകും, തന്മൂലം നിങ്ങളെ ബാധിക്കും. എന്താണത്? അൻതഖഊഹും, അവരെ ചവിട്ടി തേക്കുക. അവരർഹിക്കുന്ന ബഹുമതിയിൽ നിന്ന് ഇകഴ്ത്തുന്നത് തന്നെയാണ് ചവിട്ടിത്തേക്കൽ. ഒരു സാധാരണക്കാരോടുള്ള സമ്പർക്കമല്ലല്ലോ, കുറച്ചുകൂടി ഉന്നതരായിട്ടുള്ള ആളുകളോട്. പള്ളിയിലെ മൊല്ലാക്കയോടുള്ള സമീപനമല്ല ഇമാമിനോട്, ഇമാമിനോടുള്ള ബഹുമതിയല്ല ഖതീബിനോട്, ഖതീബിനോടുള്ള ബഹുമാന ആദരവല്ല ഖാദിയോട്. ഇത് ബാഹ്യമായ ഉദാഹരണ, എല്ലാവരോടും ഒരേ സമീപനമല്ല. അപ്പൊ ചവിട്ടി തേക്കുക, അവഗണിക്കുക, അവഹേളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരവരർഹിക്കാത്ത വിധത്തിൽ അനാദരവ് കാണിക്കുക. ഒന്നുകൂടി ഖുർആനിന്റെ കൂടെ തന്നെ നാം സഞ്ചരിക്കുക. വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്ത്. കഴിഞ്ഞ കാല ചരിത്രത്തിൽ എമ്പോഴും അങ്ങനെ റിജാലുൻ മുഅ്മിനൂൻ വന്നു കഴിഞ്ഞു പോയിട്ടുണ്ട്. വനിസാഉൻ മുഅ്മിനാത്ത്, പലരും പലതും. പക്ഷെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ലം തഅലമൂഹും, അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ചരിത്രത്തോട് ചോദിക്കുക. അൻതഖഊഹും, അവരെ ചവിട്ടി തേച്ചു, കോടതി കയറ്റി വിചാരണ ചെയ്തു, സിന്ദീഖാണെന്ന ഫത്വ പുറപ്പെടുവിച്ചു, കൊലക്കയറിൽ കെട്ടിത്തൂക്കി അരിഞ്ഞു കൊന്നു. എത്ര മുഅ്മിനീങ്ങളെ, എത്ര മുഅ്മിനാത്തുകളെ, വ്യത്യസ്തങ്ങളായ വിധത്തിൽ അവരെ അപകടപ്പെടുത്തി. എന്നാൽ കൊല ചെയ്യുക, അവരെ ചവിട്ടിത്തേക്കുക എന്ന് പറഞ്ഞ വിഷയത്തിൽ ശരീരത്തെ ഗളച്ഛേദം ചെയ്യുന്നതിനേക്കാളും അപകടമാണ് അവരെ അവഹേളിക്കുന്ന സംസാരം നടത്തല്. അവര് ഭ്രാന്തരാണ്, അവര് കഥയില്ലാത്തവരാണ്, എന്തൊക്കെയാണ് പറയുന്നത്. ആ പദം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആനാണ് ഈ പറയുന്നത്. റിജാലും മുഅ്മിനൂന വനിസാഉം മുഅ്മിനാത്തുൻ എന്ന ഒരു വിഭാഗം എന്റെ അടിമകളിൽ ഉണ്ട്. ലം തഅലമൂഹും, അവരെ നിങ്ങൾക്കറിഞ്ഞുകൂടാ. അൻതഖഊഹും, അവരെ നിങ്ങൾ ചവിട്ടിത്തേക്കാൻ ഇടവന്നാൽ ഫതുസീബകും മിൻഹും, അവരിൽ നിന്ന് നിങ്ങളെ ബാധിക്കും.
മഅറത്തുൻ, പാപഭാരം വന്ന് ഭവിക്കും. ജിനായത്തുൻ, ഇസ്മുൻ, ഖതീഅത്തുൻ. ഭാഷാപരമായി അതിന്റെ അർത്ഥം അങ്ങനെയാണ്. മഅറത്തുൻ, അവരിൽ നിന്നും നിങ്ങൾക്ക് ഗുരുത്വക്കേട്. ജിനായത്തുൻ, വൻ കുറ്റം വന്നു ചേരും. ഇസ്മുൻ ഫതുസീബക്കും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽമിൻ, നിങ്ങൾക്ക് ശരിയായ ഇൽമ്, അറിവില്ലാതെ നിങ്ങൾ ഈ കളി കളിച്ചാൽ. ബിഗൈരി ഇൽമിൻ, അതൊരു വല്ലാത്ത പ്രയോഗമാണ്. നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയാൻ പോകണ്ട. വ്ളോഗർമാരും ട്യൂബർമാരും എവിടെ പ്രസംഗിക്കുന്നവരും അറിവില്ലാത്തത് നമ്മൾ എന്തിനു പറയണം? അവരെ അല്ലാഹുവിന്റെ വഴിക്ക് വിടുക. അറിയുന്നവരോ സ്നേഹാദരവിന്റെ പേരിൽ അറിയുന്ന അളവിൽ കൊണ്ടു നടക്കുക. അത് ഏറ്റവും അടുത്തവരും കൂടുതൽ അനുഭവിച്ചവരും വലിയ ഉയർന്ന നിലവാരത്തിൽ തന്നെ പറയും. അത് അവരുടെ സ്വന്തം അനുഭവമാണ്. ബഹുവന്യരായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വലിയ തൗഫീഖുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എപ്പോഴും ഷെയ്ഖുന, നമ്മുടെ ഗുരുവര്യർ എനിക്ക് തെർബിയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയുല്ലാഹി സിയം റളിയല്ലാഹു അൻഹു അവറുകളാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പലപ്പോഴും പ്രസ്താവിച്ച മഹാനുഭാവരായ പണ്ഡിതൻ. അദ്ദേഹമൊക്കെ അനുഭവിച്ചതായിരിക്കും, അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ. ആ ഒരളവിൽ അവർ പറയുമ്പോഴേക്ക് ആ പ്രയോഗം പാടുണ്ടോ? മുറബികൾ ഉണ്ടോ? തെർബിയത്ത് നിലച്ചുപോയില്ലേ? എങ്ങനെയാണ് അങ്ങനെ പറയുക? നമ്മൾ കണ്ടത് അങ്ങനെയല്ലല്ലോ. നമ്മൾ കണ്ടതല്ല, ഓരോ മഹാനും അവരവരുടെ കാഴ്ചയിൽ അനുഭവപ്പെട്ടതാണ് പറയുക. അല്ലെങ്കിലും ഹുബിന്റെ കാര്യം, മഹബത്തിന്റെ കാര്യം, അത് അവനവന്റെ കൽബിൽ നിന്ന് ഉയർന്നു വരുന്ന അളവുകളാണ്. പണ്ടാരോ പറഞ്ഞു, സ്നേഹത്തിന്റെ പേരിൽ ചുംബനം ചെയ്യുന്നവരെ, അഥവാ ഒരു ഉമ്മയെ, ഒരു കുഞ്ഞിനെ ചുംബിക്കുന്ന ഒരാളോട് ചുംബിക്കരുത് എന്ന് പറയാനും, ചുംബിക്കാത്ത ആളോട് നീ ചുംബിക്കണം എന്ന് കൽപ്പന കൊടുക്കാനും വകുപ്പില്ല. അതൊക്കെ മഹബത്തിന്റെ അളവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പരിശുദ്ധ ദീൻ അനുവദിച്ച സ്നേഹപ്രകാശനങ്ങൾ, അത് അവരവരുടെ സ്നേഹമനുസരിച്ച് അവർ പറയും. പദവികളൊക്കെ അങ്ങനെയാണ്. മഹാന്മാരായ ഔലിയാഇന്റെ മൗലിദുകളൊക്കെ മുഹിബ്ബീങ്ങളാൽ വിരചിതങ്ങളാണ്. അവര് അനുഭവസ്ഥരായിരിക്കും. അവരാ ഉയർന്ന പ്രയോഗത്തിലാണ് അവരവരുടെ ഗുരുവര്യന്മാരെ കുറിച്ച് പറയുക. സയ്യിദി സിയം വലിയുല്ലാഹി, പല രീതിയിലും മഹാന്മാര് പറയുന്നത് നാം കേൾക്കുന്നു. റഈസു സുഹദാ, അവരുമായി ബന്ധപ്പെടുമ്പോൾ അത് ബോധ്യപ്പെട്ട ചരിത്രമല്ലേ. ഖുതുബുൽ ആലമി എന്ന പ്രയോഗം പല മഹാന്മാരും മഹാനവറുകളിൽ നിന്ന് കേട്ടതായും അല്ലാതെയും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനാണോ ഇവിടെ വ്യാകരണം പറഞ്ഞുകൊണ്ട് തർക്കിക്കുന്നത്? എന്തിന്റെ കുഴപ്പമാണ് നമുക്ക് സംഭവിച്ചു പോയത്? കയ്യിരിപ്പിന്റെ കാരണമാണിതൊക്കെ. എല്ലാവരും കരുതിക്കൊള്ളുക. ഖുർആൻ ഒന്നുകൂടി ഓതുന്നു, മറ്റൊന്നും പറയണ്ട. വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ ലം തഅലമൂഹും അൻ തതഊഹും ഫതുസീബകും മിൻഹും മഅറത്തുൻ ബിഗൈരി ഇൽമിൻ. അറിവില്ലാത്തത് കൊണ്ട് വന്നു പോയതാണ്. അതൊന്നും കാരണങ്ങളല്ല. വിഷം കഴിച്ചു, വിഷമാണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു എന്ന് കോടതിയിൽ ബോധിപ്പിച്ചതുകൊണ്ട് വിഷം അപകടകരമായി വർത്തിക്കാതിരിക്കുമോ? മൂർഖൻ പാമ്പിനെ പിടിച്ചിട്ട് കളിച്ചു, ഞാൻ ചേരയാണെന്നാ വിചാരിച്ചത്, അതുകൊണ്ട് മൂർഖൻ പാമ്പിന്റെ വിഷം ഏൽക്കാതിരിക്കോ? മൂർഖൻ പാമ്പ് ഏത്, ചേര ഏത് എന്ന് തിരിച്ചറിയുന്നവരെ ഈ പാമ്പുകളോട് കളിക്കാനും പാമ്പുകളെ പിടിക്കാനും പോകാവൂ. എങ്കിൽ മഹാത്മാക്കളായ ഔലിയാ, അള്ളാഹുവിന്റെ അഹ്ലുകാരാണ് അവര്. അവരുടെ മഖാമും അവരുടെ മഹത്വങ്ങളും വിശ്വാസം തന്നെ ഇല്ല ഒരു കൂട്ടർക്ക്, അംഗീകാരം തന്നെ ഇല്ല. എന്നിട്ടല്ലേ മഖാമുകളെ മനസ്സിലാക്കുന്ന കാര്യം. അന്തതഊഹും, അവരെ നിങ്ങൾ ചവിട്ടി തേക്കുന്ന അവസ്ഥ വന്നാൽ ഫതുസീബകും മിൻഹും മഅറത്തും ബിഗൈരി ഇൽമ്, നിങ്ങൾക്ക് അറിവില്ലാത്തതിന്റെ പേരിൽ
അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വമ്പിച്ച പാപഭാരം വന്ന് ഭവിക്കും. പിന്നെ എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ഒരു വിഭാഗത്തെ വെച്ചത്? റിജാലും മുഅ്മിനൂന വനിസാഉം മുഅ്മിനാത്തുൻ, അങ്ങനെ ഒരു വിഭാഗമുണ്ടല്ലോ. എന്തിനാണ് അല്ലാഹു അവരെ വെച്ചത്? ലം തഅലമൂഹും, അവരെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി. അതെ, വഅദ്ഖിൽനാ ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, ഖുർആനിന്റെ പ്രാർത്ഥന. എപ്പോഴും ആ റഹ്മത്തിൽ ഞാൻ അകപ്പെട്ട് കിട്ടണമെന്ന ആത്മാർത്ഥ വിചാരമുള്ളവർക്ക് അത് പ്രാപിക്കാൻ സാധിക്കും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. ലിയുദ്ഖിലല്ലാഹു ഫീ റഹ്മതിഹി മൻ യശാ. എന്നിട്ട് പറയുന്ന ഒരു പ്രയോഗം, ലൗ തസയ്യലൂ ലഅذبنا الذين كفروا منهم عذابا അലീമാ. ഇത് മക്കാ ഫത്ഹുമായി മാത്രം ബന്ധപ്പെടുത്തി അർത്ഥം വെച്ച് മുസഹഫ് പൂട്ടി വെച്ച് കിടന്നുറങ്ങി ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറയാനാണ് ഭാവമെങ്കിൽ തുടരാം. അതല്ല, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ സന്ദേശവും സാർവകാലത്തെയും ബോധിപ്പിക്കുന്നതാണ്. ലൗ തസയ്യലൂ, അവരെങ്ങാനും വേർപിരിഞ്ഞു പോയാൽ, നീങ്ങിപ്പോയാൽ, മാറിപ്പോയാൽ, അതായത് എന്താ അതിന്റെ അർത്ഥം? അവര് നിങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. അവരെങ്ങാനും വേറിട്ടിരുന്നുവെങ്കിൽ ലഅذبنا الذين كفروا منهم, നിഷേധികളിൽ നിന്ന്, ധിക്കാരികളിൽ നിന്ന് അത്തരക്കാരായ ആളുകളെ നാം ശിക്ഷിക്കുമായിരുന്നു. അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ കൊണ്ട് നാം ധിക്കാരികളെ പഠിപ്പിക്കുമായിരുന്നു. അവരുള്ളത് കൊണ്ടാണ്. മലയാളത്തിൽ തന്നെയുള്ള പരിഭാഷകൾ അവലംബിച്ചാലും ഈ ആശയത്തിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ ഗൗരവം ഗ്രഹിക്കണമെങ്കിൽ ഗുരുനാഥന്മാരിൽ നിന്ന് ലഭിക്കണം. ലൗ തസയ്യലൂ എന്ന വാക്ക്, അതേ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, സ്വഹാബത്തിന്റെ സാന്നിധ്യം മക്കയിലും പരിസരത്തും ഉണ്ടായിരുന്ന സത്യനിഷേധികൾക്ക് കാവലായി വർത്തിച്ചിട്ടുണ്ട്. അവരെങ്ങാനും മാറി ഇവര് വേറെ ഒരു ഭാഗത്തുമായി പോയിരുന്നെങ്കിൽ ലൗ തസയ്യലൂ ലഅذبنا الذين كفروا منهم عذابا അലീമാ. മുഅ്മിനീങ്ങളായ റിജാലുകള്, നിസാഉകള് അവരുള്ളത് കൊണ്ട്, അവരുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കാവല് ലഭിക്കുന്നത്, നിങ്ങൾക്ക് അഭയം ലഭിക്കുന്നത്. അത്തരക്കാരായ മഹാന്മാരോട് നിങ്ങൾ അറിഞ്ഞു പെരുമാറിയില്ലെങ്കിൽ വിവരമറിയും. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത്രയും പറഞ്ഞതൊക്കെ മൊത്തത്തിൽ അള്ളാഹുവിന്റെ അഹ്ലുകാർ, അൽ അംബിയാ വൽ മുർസലൂൻ, ചിലർക്ക് അവര് മാത്രമേ ഉള്ളൂ, ചിലർക്ക് അവരും ഇല്ല, അവരും സാധാരണക്കാര്. അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. എന്നാൽ അഹ്ലുല്ലാഹി, അള്ളാഹുവിന്റെ അഹ്ലുകാർ എന്ന് പറയുന്ന വിഭാഗം, അത് അലാ ഇന്ന ഔലിയാ അല്ലാഹി, അള്ളാഹുവിന്റെ ഔലിയാ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, അല്ലാഹു അവന്റെ മുർസലീങ്ങൾ, വല്ലദീന ആമനു മുഅ്മിനീങ്ങൾ, അതും ഖുർആനിലുള്ളതല്ലേ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ ഔലിയാക്കളായ മഹാശയന്മാർ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെ അല്ലാഹു തആല ഓരോ നിലവാരത്തിൽ നിർത്തിയിട്ടുണ്ടാകും. അവരുമായുള്ള ഈ അല്ലാഹുവിന്റെ ബന്ധത്തെ നമ്മൾ വിലയിരുത്താനും വിശകലനം നടത്താൻ പോയാൽ നമ്മുടെ പരിമിതമായ അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടുമാണോ നമ്മൾ അവരെ വിലയിരുത്തുക? ഇത് നമുക്ക് മനസ്സിലാക്കി തരാനാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം, അതിൽ 4 വിഭാഗം ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ്. 4 വിഭാഗം ഔലിയാക്കൾ, അവരുടെ വിധാനങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കേവലം വായനയിലൂടെ പഠിച്ചവർക്ക് സാധിക്കില്ല. 4 വിഭാഗം ഔലിയാഇനെ പറ്റി വിശദമായി പറയുന്ന അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പരിശുദ്ധ ഖുർആനിലെ ആ ഭാഗം ആവർത്തിച്ചു കൊണ്ടിരിക്കണം, അപകടപ്പെട്ടു പോകാതിരിക്കാൻ. അതിൽ
ദുൽഖർനൈൻ അലൈഹിസ്സലാം. പെട്ടെന്ന് അദ്ദേഹം ഒരു രാജാവാണ്. അതെ, രാജകീയ വാഴ്ചയുടെയും അധികാരത്തിന്റെയും ചെങ്കോലണിഞ്ഞ ദുൽഖർനൈൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് വളരെ ഉത്കൃഷ്ടമായ, അല്ലാഹു തആല പലവിധ സംവിധാനങ്ങളും അദ്ദേഹത്തിന് നൽകി. വലഖദ് മക്കന്നാഹു ഫിൽ അർള് തംകീൻ. അവർ അഹ്ലു തംകീനാണ്. ഇതൊക്കെ വെച്ചാണ് മഹാന്മാരായ സൂഫികൾ ഔലിയാക്കളുടെ വിധാനങ്ങളെയൊക്കെ വേർതിരിച്ചു പറഞ്ഞത്. വലഖദ് മക്കന്നാഹു ഫിൽ അർള് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബാ സുമ്മ അത്ബഅ സബബാ. അപ്പൊ സയ്യിദി ദുൽഖർനൈൻ അലൈഹിസ്സലാം ആ വിധാനത്തിൽ ഒരു വിഭാഗം ഉണ്ടാവൂലേ. ഇനിയും മറ്റൊരു വിഭാഗം അസ്ഹാബുൽ കഹ്ഫ്. അവരുമായി ബന്ധപ്പെട്ട നിഗൂഢമായ സംഗതികളാണ് പലതും. അത് ബാഹ്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതൊന്നും അല്ല. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ അഹ്ലുകാരായി ജീവിച്ച ഔലിയ ശ്രേഷ്ഠരായ ആളുകളാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അവരുടെ എണ്ണം മാത്രമല്ല അത്, അവരുടെ വ്യക്തിത്വവും അവരുടെ മഖാമും വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയൂ. ഖുർആൻ പറയാണ് മാ യഅലമുഹും ഇല്ലാ ഖലീൽ. സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു വഅന മിനൽ ഖലീൽ. അസ്ഹാബുൽ കഹ്ഫിലെ ആ ഔലിയാവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവരുടെ എണ്ണവും അവരുടെ മഖാമുകളും മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അതേ ശൈലിയാണ് ഇവിടെയും. സൂറത്തുൽ ഫത്ഹിൽ ലം തഅലമുഹും, നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ അറിയാൻ കഴിയില്ല. അസ്ഹാബുൽ കഹ്ഫ് അലൈഹിമുസ്സലാം വലിയ ഉത്കൃഷ്ട ഭാവങ്ങളുള്ള ആളുകളായിരുന്നു. മറ്റൊരാളുണ്ട്, ഒരു കൃഷിവേലയിൽ പരസ്പരം സംവദിക്കുന്ന ഒരു സ്വാലിഹായ മഹാത്മാവിന്റെ കഥയുണ്ട് അൽ കഹ്ഫിൽ. അത് വലിയാണ്. സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു മഹാത്മാവിനെ പറ്റിയാണ് പറഞ്ഞത്. فقال له صاحبه وهو يحاوره أكفرت بالذي خلقك എന്ന് പറയുന്ന ആ ഭാഗം അത് 3 തരം ഔലിയ ആണ്. എന്നാൽ മറ്റൊരു കഥാപാത്രം സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് മൂസ അലൈഹിസ്സലാമിന് ഗുരു ശിക്ഷണം നൽകാൻ, അതെ, അത് അള്ളാഹുവിന്റെ ഒരു പരിശീലനമായിരുന്നു, നമുക്ക് പഠിക്കാനുള്ള ഒരു കഥ. സയ്യിദുനൽ ഖളിർ അലൈഹിസ്സലാം അവരുടെ ലോകം വേറെയാണ്. വഅന അലാ ഇൽമിൻ അല്ലമനീഹി അല്ലാഹു. സഹീഹുൽ ബുഖാരി. അല്ലാഹു എനിക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്ന ഒരു ഇൽമിന്റെ വെളിച്ചത്തിലാണ് ഞാൻ മുന്നേറുന്നത്. അത് അവരുടെ ലോകാണ്. വഅൻത അലാ ഇൽമിൻ അല്ലമക അല്ലാഹ്. താങ്കൾക്ക് അല്ലാഹു ഒരു പ്രത്യേക ഇൽമും ശരീഅത്തും തന്നിട്ടുണ്ട്. ശരീഅത്ത് കൊണ്ട് മുഖയ്യദാണ് താങ്കൾ, എന്നാൽ വിലായത്ത് കൊണ്ട് മുത്തലഖാണ് ഞങ്ങൾ. അതൊക്കെ വലിയ അർത്ഥലോകാണ്, അങ്ങോട്ടൊന്നും ഇത് പോകണ്ട. സയ്യിദുൽ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം വഅലാ നബിയിന വഅലാ സയ്യിദിന മൂസ. പക്ഷെ ഈ ചരിത്രത്തിൽ വലിയതാരാണ്? ആ ചോദ്യം വേറെ. നബിയാണ്, മുർസലാണ്, ഉലുൽ അസ്മാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം. പക്ഷെ ഈ കഥയിൽ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് ആ സയ്യിദുന മൂസ നബി പോലും ആ വലിയായ മഹാത്മാവായ സയ്യിദുൽ ഖളിർ അലൈഹിസ്സലാമിന്റെ അടുത്ത് പോയി ഇൽമ്, പരിപാലനം, തർബിയത്ത് നേടുകയാണ്. അത് മൂസ അലൈഹിസ്സലാമിന്റെ മഹത്വത്തിന്റെ ചെറുപ്പമല്ല കാണിക്കുന്നത്. നമ്മുടെ ഗുരുനാഥൻ ഒരിക്കൽ പറഞ്ഞു, സയ്യിദുൽ ഖളിർ നഹലത്തുൻ ഫീ ബുസ്താനി സയ്യിദുന മൂസ. സയ്യിദുൽ ഖളിർ അലൈഹിസ്സലാം മഹോത്കൃഷ്ട പദവികൾ അള്ളാഹു സമ്മാനിച്ച വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ സയ്യിദുന മൂസ അലൈഹിസ്സലാമിന്റെ വലിയ ഉദ്യാനത്തിൽ, പൂന്തോട്ടത്തിൽ കുറെ വൈവിധ്യങ്ങളാർന്ന ഈച്ചകൾ, തേനീച്ചകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഈച്ചയാണ്, തേനീച്ചയാണ് സയ്യിദുൽ ഖളിർ അലൈഹിസ്സലാം. അപ്പൊ ഖളിർ അലൈഹിസ്സലാമും അർഹമായി വലുതായി, സയ്യിദുന മൂസ അലൈഹിസ്സലാമിന്റെ പദവിയും വലുതായി. ഇതറിയാൻ കഴിയണം. അതെന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിന്റെ ശൈലി അൽ കഹ്ഫില് ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ. പരിഭാഷ മാത്രം ഒന്ന് അർത്ഥം വെക്കുക. സയ്യിദുനാ മൂസയും തന്റെ ഭൃത്യനും ആധ്യാത്മിക
പഠന സഞ്ചാരം അള്ളാഹു ഏൽപ്പിച്ചപ്പോൾ യാത്ര തിരിച്ചു. അവര് രണ്ടുപേരും കണ്ടുമുട്ടി അബ്ദൻ, ഒരു വിശുദ്ധദാസനെ, അബ്ദൻ, ഒരു പവിത്ര പരിശുദ്ധനായ ദാസനെ, മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്നുമുള്ള. നമ്മുടെ ഗുരുനാഥൻ പറയാറുണ്ട്, ഇമാതിരി അടിമകൾ നമുക്കെമ്പാടുമുണ്ട്, എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും എമ്പാടുമുണ്ട്. മിൻ ഇബാദിന, 1 2 10 100 അല്ല, അവരിൽപ്പെട്ട ഒരു അബ്ദാണ് സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാം. അവരുടെ മഖാമാണെങ്കിലോ അല്ലാഹു തആല കൊടുത്ത ഉന്നതമായ അവസ്ഥയിലുമാണ്. സ്ഥാന വലിപ്പങ്ങളും കുറവുകളും ഒക്കെ അമ്പിയാക്കൾക്കിടയിൽ ഉള്ളതുപോലെ മുർസലീങ്ങൾക്കിടയിൽ ഉള്ളതുപോലെ അള്ളാഹുവിന്റെ അഹ്ലികാരായ മഹാന്മാർക്കിടയിലും ഉണ്ടല്ലോ. അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമൻ. സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാം. ഇവിടെ വളരെ ലളിതമായ ഒരു ചോദ്യം, തർക്കൊന്നും വേണ്ട. സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാം അന്ന് അവിടെ പ്രകടിപ്പിച്ച 3-4 അത്ഭുതങ്ങളുണ്ട്, അല്ലെങ്കിൽ വിസ്മയങ്ങളുണ്ട്. അവയ്ക്ക് ഖുർആൻ നമുക്ക് മറുപടി തന്നതുകൊണ്ട്, സയ്യിദുന മൂസ അലൈഹിസ്സലാം വിശദീകരിച്ച് തന്നതുകൊണ്ട് നമുക്ക് അതിന്റെ അകപ്പൊരുളുകളിൽ നിന്ന് ചിലതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു വേർതിരിക്കൽ, ആ വിഷയത്തിന്റെ നിജസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു പരാമർശം നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മൂസ അലൈഹിസ്സലാമിന്റെ കൂടെ നടന്ന ഖദിർ അലൈഹിസ്സലാം ചെയ്ത പ്രവൃത്തികൾ മാത്രം നമ്മളൊന്ന് അർത്ഥം വയ്ക്കുക. കൊലപാതക കുറ്റത്തിന് സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാമിന്റെ പേരിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരില്ലേ? കപ്പല് പൊളിച്ച കൊള്ളക്കാരനായി സയ്യിദുന അൽ ഖദിറിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരില്ലേ? വിഡ്ഢികളുടെ പണിയെടുത്ത് മതില് കെട്ടിക്കൊടുത്ത ഒരാളായി സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാമിനെ നമ്മൾ വിധി പറയേണ്ടി വരില്ലേ? പക്ഷെ അതിന്റെ 3 പൊരുളുകളും അല്ലാഹു തആല നമുക്ക് വെളിപ്പെടുത്തി തന്നു സയ്യിദുന മൂസ അലൈഹിസ്സലാമിലൂടെ. അതുകൊണ്ടാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്, റഹിമല്ലാഹു മൂസ. മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു കരുണ പുലർത്തട്ടെ. വീണ്ടും വീണ്ടും എതിർചോദ്യങ്ങൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക എന്ന് കേൾക്കേണ്ടി വന്നതല്ലേ? ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്വാലിഹായ മനുഷ്യന്റെ പല അനുഭവങ്ങളും പല കഥകളും നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പൊ സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാമിന്റെ ഒരു വിഭാഗമുണ്ട്, സയ്യിദുന മൂസ അലൈഹിസ്സലാമിന്റെ ഒരു വിഭാഗമുണ്ട്. ഒരാള് മുഖയ്യദും ബിശരിഅ, മറ്റൊരാള് മുത്ലഖും ബിൽ വിലായ. മഹാന്മാരെ അളക്കുമ്പോൾ അതിനൊക്കെയുള്ള അളവുകോൽ ആദ്യം കയ്യിൽ വേണം. അതില്ലാത്തവര് ജാഗ്രത പുലർത്തണം. ആർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്? ഈ കാലഘട്ടത്തിലുള്ള ഒരു ധാർമ്മിക ബാധ്യത കൊണ്ട് പറയുകയാണ്. എന്തെങ്കിലും പറയാനുള്ള ഇടവരുത്തുകയും ചെയ്യരുത്. ആദ്യം പറഞ്ഞ ആ വാക്ക് നമ്മൾ ഓർക്കണം. അല്ലെങ്കിലും സൂഫികളായ മഹാന്മാരുമായി ബന്ധപ്പെട്ട് പല അപകടകരമായ രീതിയും സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ കാരണക്കാരാകുന്നത് പലപ്പോഴും അവരെ മഹബത്ത് ചെയ്യുന്നവരെന്ന് പറയുന്നവരുടെ അപക്വത കൊണ്ടാണ്. ശരീഅത്തിനെ ബഹുമാനിക്കാത്ത, പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ വകവെക്കാത്ത ഒരു രീതി അത് പരിശുദ്ധ ഇസ്ലാമിലില്ല. ഇതാണ് നമ്മുടെ പൊതുവായ അറിവ്. എന്നാൽ വ്യക്തികളിലുള്ളവരുടെ ഓരോരുത്തരുടെയും നിലപാടും അവസ്ഥകളും, അത് സയ്യിദുന അൽ ഖദിർ അലൈഹിസ്സലാമിന്റെ ചരിത്രവും ദുൽഖർനൈനിന്റെ ചരിത്രവും അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രവും ഒക്കെ കാട്ടിത്തരുന്നത്, അത് അവരുടെ ലോകത്ത് അവരും അവരുടെ റബ്ബായ അള്ളാഹുവും തമ്മിലുള്ള നിയമനം, കോൺട്രാക്ട്, അത് വേറെ ലെവലിലായിരിക്കും. യൂണിഫോം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും ആ കൂട്ടത്തില്. അത് നമ്മൾ ചർച്ച ചെയ്യാൻ പോയി നമ്മുടെ ഈമാനിനെ നിസ്കാരമില്ല, നോമ്പില്ല, താടിയില്ല, തലയെക്കെട്ടില്ല എന്ന് യാതൊരു നാണവും ഇല്ലാതെ പുലമ്പി നടക്കുകയാണ്. നിന്റെ കയ്യിലാണോ അള്ളാഹുവിന്റെ താക്കോൽ? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതിഹി വല്ലാഹു യഅലമു ഹൈസു യജഅലു റിസാലതഹു. അള്ളാഹുവിനറിയാം എവിടെ വെക്കണം, ആർക്ക് കൊടുക്കണം, എന്തെല്ലാം കൊടുക്കണം. നമ്മളാണോ അതിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നത്? ആരെ പറ്റിയ ഇത്? അമ്പിയാക്കളെ പറ്റിയല്ല, മുർസലീങ്ങളെ പറ്റിയല്ല, സ്വഹാബത്തിനെ പറ്റി മാത്രമല്ല. വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ
സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി റിജാലുൻ മുഅ്മിനൂൻ, സയ്യിദി അഹ്മദുൽ ബദവി റിജാലുൻ മുഅ്മിനൂൻ. അതെ, ലം തഅലമൂഹും, അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ആ കാലഘട്ടത്തിലുള്ള വലിയ തലപ്പാവും താടിയും വെച്ച് പരിശുദ്ധ ശരീഅത്തിന്റെ വലിയ കാവൽക്കാരനായിരുന്ന വലിയ മഹാത്മാവായിരുന്ന സയ്യിദി ദഖീഖുനിൽ ഈദ് റളിയല്ലാഹു അൻഹു, കേരളത്തിൽ പോലും പ്രചാരത്തിലുള്ള സയ്യിദി അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു അൽ അഖ്താബുൽ അർബഈലെ മൂന്നാമനാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോയി, നേരിട്ട് ചോദ്യം ചെയ്യാൻ പോയി. ഇന്ന് അങ്ങനെയല്ല, നേരിട്ട് ചോദ്യം ചെയ്യാനൊന്നും യുവന്മാർക്ക് ധൈര്യമില്ല. അത്തരം മഹാന്മാർ എവിടെ ഉണ്ടെന്ന് കേട്ടാൽ വേറെ എവിടെയോ പോയി വസ്വാസം ഉണ്ടാക്കുക. സയ്യിദി ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു നേരിട്ട് സയ്യിദി അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യാൻ പോയിട്ട് തട്ട് കിട്ടിയ ചരിത്രല്ലേ മൗലിദ് കിതാബിൽ ഇന്നും കേരളത്തിലെ ഉലമാക്കൾ എഴുതി വെച്ചിട്ടില്ലേ? ദഖീഖുൽ ഈദിനോട് എന്നെ ഞാൻ പൊടിയാക്കി കളയും. ദഖീഖ് തിരിച്ചറിവുണ്ടായി. തൗഫീഖുള്ള മഹാനായിരുന്നു. തൗഫീഖുള്ളവർക്ക് അങ്ങനെ പഠിക്കാൻ ഒരുമ്പെടുമ്പോൾ എന്തെങ്കിലും തട്ടുമുട്ടും ഒക്കെ കിട്ടും, അവർ നന്നാവുകയും ചെയ്യും. പക്ഷേ തട്ടുമുട്ടും കിട്ടി നന്നാകുന്നത് ചെമ്പ് കൊണ്ടുള്ള മൂല്യമുള്ള പാത്രങ്ങളാണ്. മറിച്ച് മൺകലങ്ങളായ ഒരു വിഭാഗം ആളുകൾ നല്ല ആലിമീങ്ങൾ എന്ന ശൈലിയും നീട്ടിവലിച്ച് പറയലും, പക്ഷെ ഏതെങ്കിലും ഒരു വലിയനോട് കളിച്ച് കയ്യിരിപ്പ് നേടിക്കഴിഞ്ഞാൽ രക്ഷയില്ല ഈ ദുനിയാവിൽ, നാളെ ആഖിറത്തിലും. കരുതിക്കൊള്ളണം. കയ്യിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇത് കരുതാൻ കഴിയാതിരുന്നാൽ, പക്ഷെ ഇത് അവരുടെ കാര്യത്തിൽ അവരോട് പറഞ്ഞാൽ ഇതിനും 1000 മറുപടി. നാം ആഗ്രഹിക്കുന്നില്ല മറുപടി. മറിച്ച് നല്ല പോലെ കരുതണം. റിജാലുൻ മുഅ്മിനൂൻ, സയ്യിദി ഇബ്രാഹിം അൽ ഖുറശി ദുസൂഖി, ഈ 4 അഖ്താബുകളെയും മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 4 പേരെയും അക്കാലഘട്ടത്തിലെ ഉലമായിൽപ്പെട്ട പലരും കാഫിറാക്കിയിട്ടുണ്ട്, സിന്ദിഖാക്കിയിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്, അപകടപ്പെടുത്തിയിട്ടുണ്ട്. 4 ആളുകളുടെ കാര്യത്തിലും. സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ എത്ര പേരാണ് അവഹേളിച്ചത്? ലം തഅലമൂഹും, അവരെ നിങ്ങൾക്കറിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? അൻതതഊഹും, അറിയാതെ ചവിട്ടി തേച്ചു പലരും. ഫതുസീബക്കും മിൻഹും മഅറത്തും ബിഗൈരി ഇൽമിൻ, അത്തരം പല ആളുകൾക്കും പല മഅറത്തും, ചേപ്പറയാക്കുന്ന അവസ്ഥ, നിന്ദരാകുന്ന അവസ്ഥ ആ മഹാന്മാര് മുഖേന ലഭിക്കേണ്ടി വരുന്നു. വൽഇയാദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ, സയ്യിദത്തുന റാബിഅത്തുൽ അദവിയ്യ, അതെ, റളിയല്ലാഹു അൻഹും വനിസാഉ മുഅ്മിനാത്ത്, അവരെ കാഫിറാക്കണ പണിയല്ലേ? സയ്യിദത്തുന റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോടുള്ള പ്രണയ സല്ലാപത്തിൽ പാടിയ പാട്ടുകളുണ്ട്. അള്ളാഹുവിനോട് മാത്രമുള്ള അവരുടെ തൗഹീദിന്റെ അജയ്യമായ ഈമാനിക ജ്വാജല്യം അത് പ്രകടിപ്പിക്കുന്ന ബെയ്ത്തുണ്ട്. ഇദാ സഹമിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനു, അള്ളാഹുവേ നീയുമായുള്ള സമ്പർക്കം, മഹബത്ത് എനിക്ക് സാക്ഷാത്കൃതമായി കഴിഞ്ഞാൽ പിന്നെ ഫൽകുല്ലു ഹയ്യിനുൻ, ബാക്കിയെല്ലാം എനിക്ക് നിസ്സാരമാണ്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം എനിക്ക് അന്വർത്ഥമായി സാക്ഷാത്കൃതമായി കിട്ടിയാൽ പിന്നെ വകുല്ലുല്ലദീ ഫൗഖത്തുറാബി തുറാബൂ, ഈ മണ്ണിന്റെ മുകളിലുള്ളതൊക്കെ കേവലം മൺകൂനകൾ മാത്രമാണ്, എനിക്കതൊന്നും വിഷയമല്ല, നിന്റെ ഹുബ്ബാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് പ്രണയത്തിന്റെ പാട്ടുപാടിയ നഫീസത്തുൽ മിസ്രിയ, അതുപോലെ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹു, അവരെയൊക്കെ കാഫിറാക്കി, സിന്ദീഖാക്കി, അപകടപ്പെടുത്തി പുസ്തകം എഴുതിയവരുണ്ട് ഇവിടെ. വലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉൻ മുഅ്മിനാത്തുൻ ലം തഅലമൂഹും അൻ തതഊഹും, അവരെ നിങ്ങൾ ചവിട്ടി തേച്ചു. ഫതുസീബക്കും മിൻഹും മഅറത്തും ബിഗൈരി ഇൽമ, നിങ്ങൾക്ക് അറിയാത്തതിന്റെ പേരിൽ കൈയിട്ട് സംസാരിക്കണോ? വെറുതെ മഅറത്ത് സംഭവിക്കും, പാപഭാരം വന്ന് ഭവിക്കും, ഒളിച്ചോടാൻ സ്ഥലമുണ്ടാവില്ല, ദുനിയാവിൽ സ്ഥലം മതിയാവില്ല. ഈമാനിനെ അപകടപ്പെടുത്തുന്ന കളിയിലാണ് ഏർപ്പെടുന്നത് എന്ന്
ഓരോരുത്തരും ഗൗനിച്ചാൽ അവരവർക്ക് നല്ലത്. എത്ര ആളുകളെ അങ്ങനെ, സയ്യിദി ജുനൈദുൽ ബഗ്ദാദിയെ, സയ്യിദി അബൂബക്കർ ശിബിലിയെ, സയ്യിദി ഹല്ലാജുൽ മൻസൂറിനെ റളിയല്ലാഹു അൻഹും, സയ്യിദി മുഹീദ്ദീൻ ഇബ്നു അറബിയെ റളിയല്ലാഹു അൻഹും, അവരെയൊക്കെ ചിലരെ കൊന്നുകളഞ്ഞു, ചിലരെ കോടതി കയറ്റി, ചിലരെ കാഫിറാക്കി ഫത്വ എഴുതി, എന്തെല്ലാം. സയ്യിദി ശിഹാബുദ്ദീൻ സുഹ്റവർദി അബുൽ ഫുതൂഹ് കൊന്നുകളഞ്ഞില്ലേ അവർ? അള്ളാഹുവിന്റെ പ്രണയത്തിൽ വല്ലാത്ത മഹബത്തിന്റെ പാട്ടുപാടിയ. അതിന് അന്ന് പണ്ഡിതന്മാര് കാരണം പറഞ്ഞത് എന്താണ്? ഹിജ്റാത്ത് 586 കൊല ചെയ്യപ്പെട്ട വലിയാണ് സയ്യിദി ശിഹാബുദ്ദീൻ അസുഹ്റവർദി അബുൽ ഫുതൂഹ്. അതിന് പറഞ്ഞ കാരണം എന്താ? അദ്ദേഹത്തെ എങ്ങാനും ഇനി കൂടുതൽ കൊട്ടാരത്തിലും പരിസരത്തും താമസിപ്പിച്ചാൽ രാജാവ് തന്നെയും അദ്ദേഹത്തിന്റെ അനുയായിയായി പോകും. അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടാൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായികളായി പോകും. അതെ, ഭൗതികമായ സംഘടനാ താല്പര്യങ്ങൾക്ക്, സംഘ താല്പര്യങ്ങൾക്ക് അപകടം വരാൻ ഇടയുള്ളവരെയും അത്തരം നീക്കങ്ങളെയും അത്തരം പ്രസ്ഥാനങ്ങളെയും അത്തരം മര്യാദകളെയും ആക്ഷേപിച്ച് അവഹേളിച്ച് അവഗണിച്ച് തള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് അവര് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് കുഴപ്പമില്ല. പക്ഷെ അത് അവര് ശ്രദ്ധിക്കാനല്ലാതെ അവര് പ്രതി ചേർത്ത് കാഫറാക്കാനും കള്ളനാക്കാനും ജാഹിലാക്കാനും ഭ്രാന്തനാക്കാനും എവിടെയാണ് അവർക്ക് അധികാരം? സയ്യിദി ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹുവിന്റെ പ്രണയാർദ്രമായ അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ വരികളാണ് നാം മുമ്പ് ചൊല്ലിയത്. ഇലൈക ഇശാറാത്തി വഅൻതല്ലദീ അഹ്വാ വഅൻത ഹദീസി ബൈന അഹ്ലിൽ ഹവാ യുർവാ. അല്ലാഹുവേ, നിന്നോടുള്ള എന്റെ പ്രണയം, എന്റെ സ്നേഹം, എനിക്കെപ്പോഴും സല്ലപിക്കാനുള്ളത്, എനിക്കെപ്പോഴും സ്വകാര്യ ബന്ധം സ്ഥാപിച്ചത് നീയുമായി മാത്രമാണ്. വഅൻത മുറാദുൽ ആശിഖീന ബിഅസ്രിഹിം ഫതൂബാ ലിഖൽബിൻ ذاب فيك من البلوى. കേരളത്തിലുള്ള സയ്യിദി ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹും, മഖ്ദൂമുമാർ, വെളിയങ്കോട് ഉമറുൽ ഖാളി, ഖുതുബുസ്സമാൻ സയ്യിദ് മമ്പുറം അലവി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നമ്മുടെ സമകാലീനരായി ജീവിച്ചവരിൽ പല മഹാന്മാരെയും നമ്മുടെ ഉസ്താദുമാര് നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. അവരുടെ നിജസ്ഥിതി അറിയില്ലെങ്കിൽ ചുരുങ്ങിയത് അവരോടൊരു നിശ്ചിതമായ മഹബത്ത് നിലനിർത്തി അവരവരുടെ ഈമാനിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക. അത് ഈ കാലഘട്ടത്തിൽ പറയേണ്ടതാണെന്ന് തോന്നി ആരെയും ആക്ഷേപിക്കാനോ ഇകഴ്ത്താനോ അല്ല. ഓരോരുത്തരും ശ്രദ്ധിക്കുക. വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല. സബീലുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ പാത ഖുർആനാണ്. അങ്ങനെ ഒരു പാത ഉണ്ട്, സബീലുൽ മുഅ്മിനീൻ. അതിനെ പിൻപറ്റാതെ മറ്റു വഴിക്ക് പോയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്നിടത്തേക്ക് എത്രയും അവൻ പോകും. അവന്റെ ഭൗതിക സംവിധാനവും നീട്ടിപ്പറയുന്ന പ്രസംഗവും ഒക്കെ തുടരും. പക്ഷേ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുക. വേറെയുള്ളവരുടെ കാര്യത്തിലൊന്നും നമുക്കില്ല. പക്ഷേ ഇത്രയും രൂക്ഷമായ സംവാദങ്ങളൊക്കെ നടക്കുമ്പോ അതിൽ നമുക്ക് അല്ലാഹു തന്ന ചെറിയ അറിവും ചെറിയ വൈദഗ്ധ്യവും വെച്ച് ആ തിരിച്ചറിവിന്റെ വെളിച്ചം നമ്മൾ പ്രകാശിപ്പിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ കടപ്പാട്, സത്യത്തോട് മാത്രമാണ് നമുക്ക് നീതി പുലർത്താനുള്ളത്. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ അരിനൽ അശ്യാഅ കമാ ഹിയ. വസ്തുതകളെ നിജസ്ഥിതി പോലെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സന്മാർഗം തന്നതിന് ശേഷം ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ കൽബുകളെ നീ പതർച്ചയിലേക്ക് അപച്യുതിയിലേക്ക് കൊണ്ടുപോകല്ലേ. വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനൂ. മുഅ്മിനീങ്ങളായ മഹാന്മാരോട് എന്തെങ്കിലും ഒരു വെറുപ്പ്, വിരോധം, ഇകഴ്ത്തൽ ഞങ്ങളുടെ കൽബിൽ നീ തരല്ല റബ്ബേ. ഇതാണ് നമ്മുടെ ദുആ. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഏതെങ്കിലും അഭയം ചാരത്ത് പാർക്കാൻ, അവരുടെ കൽബിന്റെ സ്നേഹനിധികളായി മാറാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തന്നാൽ അതിനെ പരിപാലിച്ച് അവിടെ നമുക്ക്
എല്ലാം ഉണ്ട്. അഭയമുണ്ട്, കാവലുണ്ട്, ഈമാനുണ്ട്, ഇൽമുണ്ട്, ശരീഅത്തുണ്ട്, അച്ചടക്കമുണ്ട്. എല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ആമീൻ, അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.